പവർ, ഒന്നിലായിട്ടൊരു 8 or 10 എന്ന് പറയാം. എന്നിരുന്നാലും ഒരു വലിയ മിലിറ്ററി പവർ, വലിയൊരു വിപണി പൊട്ടൻഷ്യലി. അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള നയം നമുക്കധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ഇൻറ്റേർണലായിട്ട് നമ്മൾ ശക്തമായിട്ടൊരു നിലപാട് പാകിസ്ഥാനിന് എതിരായിട്ട് എടുക്കുന്നു എന്നുള്ളത് ആ ഒരു ധ്വനി ഉണ്ടാക്കുന്നതിനായിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമോ ചൈനയെ സംബന്ധിച്ചിടത്തോളമോ റഷ്യയെ സംബന്ധിച്ചിടത്തോളമോ ഇറാനോ സൗദി അറേബ്യ ഇതെല്ലാം ഈ രാജ്യങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ പാകിസ്ഥാനുമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധമുണ്ട്, വളരെ വൈറ്റലായിട്ടുള്ള റിലേഷൻഷിപ്പുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ അവർക്ക് അവഗണിക്കാൻ പറ്റുകയില്ല. ഇതിലിപ്പോൾ വരുന്നതിൻ്റെ ഒരു കാര്യമുള്ളത്, പാകിസ്ഥാൻ എന്താണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവർ ഒരു തരത്തിൽ സൈനർജി ഉണ്ടാക്കുകയാണ്. കാശ്മീരിൽ ഒരു വലിയ അപ്ഹീവൽ, ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ അപ്ഹീവൽ. അപ്പോൾ അതിൻ്റെ ഒരു റെസനൻസ് അവർ ഇതിലോട്ട് കടത്തുന്നുണ്ട്. അത് മാഗ്നിഫൈ ചെയ്യുന്നു. ഈ യൂറിയിൽ അറ്റാക്ക് വരുന്ന സമയം ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസ് വരുന്നു. കോർ ഇഷ്യൂ ഏതാണ്? കാശ്മീർ എന്നവർ വീണ്ടും വിരൽ ചൂണ്ടുന്നു. നാളെയോ മറ്റന്നാളോ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ നവാസ് ഷെരീഫ് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പോകുന്നു, ബുധനാഴ്ച. നാളെ വൈകുന്നേരം രാത്രി ഒബാമയുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള വാർത്തകൾ അനുസരിച്ച് ഏതാണ്ട് വളരെ വ്യക്തമാണ്, അവർ അമേരിക്ക ഇൻ്റർവീൻ ചെയ്യണമെന്നുള്ള ഡിമാൻഡാണ് കൊണ്ടുവരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്തിട്ടുള്ള കാശ്മീരിനെ കുറിച്ചുള്ള നിലപാടിലോ പി ഒ കെയെക്കുറിച്ചുള്ള നിലപാടിലോ ഗിൽഗിറ്റ് ബാൽത്തിസ്ഥാനോ ബലൂചിസ്ഥാനോ ഈ പ്രശ്നങ്ങളിലെല്ലാം അവരേതാണ്ട് ഒരു നിരന്തരമായിട്ട് ഏതാണ്ട് ഒരു 8 or 10 സ്റ്റേറ്റ്മെൻറ്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കി. ഇവിടുത്തെ മാധ്യമങ്ങളിൽ വന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ കാതലായിട്ടുള്ള എന്താണ് കാര്യം? അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇന്ത്യയുടെ നിലപാടിൽ നിന്നും മാറി. കാശ്മീരിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം പാകിസ്ഥാൻ വരുത്തിക്കൂടിയതാണെന്നുള്ള നമ്മളുടെ ഇൻ്റർപ്രിറ്റേഷനെ അമേരിക്ക സമ്മതിച്ചു കൊടുക്കുന്നില്ല. അത് ടെററിസത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണെന്ന് അമേരിക്ക സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ മുതലെടുക്കുന്ന രീതിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എല്ലാം തിരിഞ്ഞ് ഒരു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം കുറിക്കേണ്ടത്, നമ്മളുടെ ഒരു നല്ല നിലപാടിൻ്റെ തുടക്കം കുറിക്കുന്നത് ഈ കാശ്മീരിലെ ഈ അപ്ഹീവലിനെ ഏതെങ്കിലും രീതിയിൽ നിയന്ത്രിക്കാനുള്ള ഒരു രൂപത്തിലേക്കുള്ള ആലോചനകൾ എന്തായാലും ഇതുവരെ വരുന്നതായി കാണുന്നില്ല. അതിലേക്ക് വരാം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം. അതിന് മുൻപ് സാർ, ഇവിടെ മറുവശത്തെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത വിധവും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നേഷൻ ആണെങ്കിലും ഡോൺ ആണെങ്കിലും ഒക്കെ അവർ പറയുന്ന ഒരു സംശയം, 17-ാം തീയതി റഷ്യയിലേക്ക് പോകേണ്ടതാണ് രാജ്നാഥ് സിംഗ്. എന്തുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം അത് വൈകിച്ചു? അദ്ദേഹവും അജിത് ദോവലും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായി ഉണ്ടായതാണോ അങ്ങനെയെങ്കിൽ ഈ ആക്രമണം? കാരണം അദ്ദേഹം ഇവിടെ തന്നെ തുടരുകയും പിന്നീട് ഇത് അപലപിക്കുകയും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബുധനാഴ്ച നവാസ് ഷെരീഫ് ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ കശ്മീരിൽ നിന്ന് ശ്രദ്ധ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇത് തിരിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ ഇത്? ഇങ്ങനെയൊക്കെയുള്ള മറുവാദങ്ങളുണ്ട്. മാത്രവുമല്ല, ഇവിടെ ഈ സംഭവം ഉറി അറ്റാക്ക് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് പ്രതികരണങ്ങൾ വരികയാണ്, പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഡോൺ എഡിറ്റോറിയൽ എഴുതുന്നത്, നേഷനിൽ ലേഖനങ്ങൾ വരുന്നത്. എന്താകാം ഇതിൻ്റെ പ്രതിഫലനം? ഇതൊക്കെ മുടന്തൻ വാദങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് സാംസ്കാരികമായിട്ട് അത്തരത്തിലുള്ള ഒരു അധപ്പതനത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. നമ്മളുടെ തന്നെ ഭടന്മാരെ, സോൾജേഴ്സിനെ നമ്മൾ 19 പേരെയോ 18 പേരെയോ കൊല്ലുക, അത്ര 20 പേരെ വൂണ്ട് ചെയ്യുക, ഒരു പാകിസ്ഥാനെതിരായിട്ടൊരു പ്രൊപ്പഗാൻഡ പോയിന്റിന്, അത്തരത്തിൽ അധപ്പതിച്ച ഒരു രാജ്യമല്ല നമ്മൾ. അതെല്ലാം മുടന്തൻ വാദമാണ്. അവരത് പറയുന്നത് എന്ന് വെച്ചിരുന്നാൽ ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ടുള്ളത് ഇത് പാകിസ്ഥാനി മിലിറ്ററിയുടെ തന്നെ ഒരു ആക്ഷനാണ്. അവർ വളരെ ആസൂത്രണം. അങ്ങനെയെങ്കിൽ സാർ, പത്താൻകോട്ടിൽ നമുക്ക് തെളിയിക്കാൻ കഴിയാഞ്ഞെന്നുണ്ടാണ്. ഇപ്പോൾ 4 AK-47 തോക്കുകൾ, 4 ഗ്രനേഡ് ലോഞ്ചേഴ്സ്, 4 അണ്ടർ ബാരൽ ഗ്രനേഡ് ലോഞ്ചേഴ്സ്, 5 ഹാൻഡ് ഗ്രനേഡുകൾ, 2 റേഡിയോ സെറ്റ്, 2 GPS സംവിധാനം. ഇത്രയും കൊണ്ടാണ് നാം പോകുന്നത്. പാകിസ്ഥാന്റെ ആർമിയുടെ ഇൻവോൾവ്മെന്റ് കാണിക്കാൻ എവിടെയെങ്കിലും നിൽക്കുമോ ഇത്? പത്താംകൂട്ടം നിൽക്കണമായിരുന്നില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം എയർ കൊമഡോർ ഉദയ് ഭാസ്കർ, വലിയൊരു പ്രോമിനൻറ്റ് സ്ട്രാറ്റജിക് അനലിസ്റ്റാണ്, മേജർ ജനറൽ അശോക് മേത്ത, ഈ പാകിസ്ഥാനുമായിട്ട് വളരെ ട്രാക്ക് 2-ൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ 3 പേര് ഒരു ഡൽഹിയിലെ ഒരു ടെലിവിഷൻ ചാനലിൽ ഇവിടെ നിന്ന് ഞാൻ പങ്കെടുത്തായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും വളരെ ഷോക്കിംഗ് ആയിട്ട്, അത് വളരെ പ്രൊഫഷണലാണ്, എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ലെന്നുണ്ടെങ്കിലും അവർ പറയുന്നത് വളരെ വലിയ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്നും, സെക്യൂരിറ്റി ഡെഫിഷ്യൻസി. അത് പഠാൻകോട്ടിൽ ഈ തരത്തിലുള്ള ഏതാണ്ട് സംഭവം നടന്നതിന് ശേഷം പൊറുക്കാൻ വയ്യാത്ത ഒരു ലാപ്സായിട്ടാണ് അവരതിനെ ചിത്രീകരിച്ചത്. അവർ പറയുന്നത് ചിലപ്പോൾ അവിടുന്ന് തന്നെ, നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഏതെങ്കിലും ഒരു റോൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ലാതില്ല. ഇതല്ല ISI അത് ചെയ്യാൻ സാധ്യതയുമുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ നമ്മൾ തള്ളിപ്പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും ഇത് പാകിസ്ഥാൻ ചെയ്തതാണ്, വളരെ കരുതി കൂട്ടി ചെയ്തതാണ്. അതിൻ്റെ ടൈമിങ്ങും നവാസ് ഷെരീഫ് പോകുന്നതിൻ്റെ അന്ന് രാത്രിയും ന്യൂയോർക്കിലേക്ക് പോകുന്നതിൻ്റെ ഈ ടൈമിങ്ങും ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫുട് പ്രിൻറ്റ്സ് ഇതിലുണ്ട്, പാകിസ്ഥാനി മിലിറ്ററിയുടെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതിന് വളരെ ഇല്ലോജിക്കലാണ് ഇത്തരത്തിലുള്ള കൺസ്പിരസി തിയറിയിലൂടെ നമ്മൾ കിടക്കുന്നത്. അത് ശരിയല്ല. പിന്നെ എന്തുകൊണ്ടത് ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരുന്നു? ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിരുന്നാൽ അവരിത് പയറ്റിത്തെളിഞ്ഞ ഒരു കക്ഷിയാണ് ISI എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ട്രാക്സിനെ കവറപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇതൊരു ഫെദായിൻ അറ്റാക്കാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളെ നമ്മൾ തടവിൽ പിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാം, അഡ്മിറ്റ് ചെയ്യാൻ ഖസാബിനെ പോലെ കൊണ്ടുവരാം. അതില്ലാതെ വന്ന 4 പേരാണ് ഇത്. അവർ മരിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ ടെററിസ്റ്റ് ആക്റ്റിൽ കംപ്ലീറ്റ് തെളിവ് പ്രൂഫ് കൊടുത്ത് ഒരാളെ കോടതിയിൽ സമർപ്പിക്കുക, അങ്ങനെയുള്ളൊരു സമീപനം ഒരിക്കലും പറ്റില്ലല്ലോ. അപ്പോൾ അത് സർക്കംസ്റ്റാൻഷ്യലായിട്ടുള്ള എവിഡൻസ് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നിരത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ അതല്ല പ്രശ്നം. ഇതിൽ പ്രശ്നം പ്രധാനമായിട്ടുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിപ്പോൾ രാജ്യത്തിനകത്ത് നമ്മൾ വളരെ വളരെ സ്ട്രൈഡൻ്റായിട്ട് ഈ കാശ്മീരിലെ പ്രശ്നം വന്നതിന് ശേഷം ശ്രദ്ധ തിരിക്കാനായിരിക്കാം വളരെ സ്ട്രൈഡൻ്റായിട്ടുള്ള റെട്ടോറിക്കിലേക്ക് നമ്മൾ കടന്നു. പാകിസ്ഥാനെ അത് ചൊടിപ്പിച്ചു. അവരെന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 അടി തന്നിരിക്കുകയാണ്. അതാണ് നടന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ ഒന്ന് താഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ നേതൃത്വത്തിനെ താഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരി. ശ്രീ KA ജേക്കബ് കോശി, അങ്ങ് പറയുകയുണ്ടായല്ലോ തിരിച്ചടി നൽകുകയാണ് വേണ്ടത് എന്ന്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സൈന്യത്തിനൊരു തിരിച്ചടി നേരിട്ടതിൽ നമ്മുടെ ഭാഗത്തെ വീഴ്ചകൾ കൂടി ആലോചിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് 60-61 കാലത്തുള്ള ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട ചില ധാരണകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു താൽക്കാലിക ധാരണയിലാണ് ഇരുപക്ഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ പരിശോധനയിലൂടെയും പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെയും ഒരു കൃത്യത ഇതിൽ വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ഇപ്പോൾ ഈ വെടിനിർത്തൽ രേഖ എന്ന് പറയുന്നതുണ്ടല്ലോ 2003 വന്നത്. ഈ 2003 2 ഈ മിലിറ്ററി ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ടെലിഫോണിൽ സംഭാഷണം നടത്തിയതിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ധാരണയാണല്ലോ അത്. ഒന്നും എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല വാക്കാലുള്ള ധാരണ. 2003 ഇപ്പോൾ 2016 ഈ കാലം അത്രയും കൊണ്ട് അതിനൊരു രൂപരേഖ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ ഒക്ടോബറിൽ പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടി മുൻകൈ എടുക്കുകയുണ്ടായല്ലോ ഇതിലൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന്. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുന്നു? അത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആർമിയും എയർഫോഴ്സും എല്ലാം കൂടിച്ചേർന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. ഐ ഡോണ്ട് വോണ്ട് ടു കമൻറ്റ് ഓൺ ദാറ്റ്. ഐ ഓൺലി വോണ്ട് ടു പുട്ട് അക്രോസ് വൺ പോയിൻറ്റ്. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ 15 ലക്ഷം ആണ് ആം ഫോഴ്സസിൻ്റെ നമ്പർ, ആർമി, നേവി, എയർഫോഴ്സ് എല്ലാം കൂട്ടി. അതിൽ മാക്സിമം കോൺട്രിബ്യൂഷൻ ഈസ് ഫ്രം പഞ്ചാബ്. Second contribution is from Haryana. Third contribution is from Kerala. Now, കേരളം യുദ്ധം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ സാക്രിഫൈസ് ചെയ്യുന്നവരെ ഒന്ന് ഓണർ ചെയ്യാനുള്ള നമുക്ക് ഇതേവരെ കഴിവായിട്ടില്ല. ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. എറണാകുളത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യുദ്ധസ്മാരകം തീർച്ചയായിട്ടും ഉണ്ടാക്കണമെന്നുള്ളത്. അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജവാന്മാരുടെ മൊറാൽ വിൽ ഗോ അപ്പ്. ദാറ്റ്സ് ദ പോയിന്റ് വിച്ച് ഐ വാണ്ട് ടു മേക്ക്. ശ്രീ JR പത്മകുമാർ, ഈ വിഷയത്തിൽ കശ്മീരാണ് ഇത്രയധികം കുഴപ്പങ്ങൾക്ക് കാരണമായത്. കശ്മീർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബുർഹാൻ വാനിയുടെ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ
സംഭവങ്ങളാണ് സ്ഥിതിഗതികൾ ഇത്രയും സങ്കീർണമാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? അങ്ങനെയെങ്കിൽ ശ്രീ എം കെ ബദറുമാർ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്ന അടിസ്ഥാന വിഷയം അതാണ്. അതിലിപ്പോൾ ഇത്രയും ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള അടിയന്തര സാഹചര്യം ഈ ബുർഹാൻ വാനിയുടെ വധവുമായി ബന്ധപ്പെട്ട തുടർ സംഭവങ്ങളാണ്. അതിനെ എത്ര ഗൗരവത്തോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിന്, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്? പാകിസ്ഥാനെതിരെയുള്ള നീക്കങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് ആഭ്യന്തര സമാധാനം ഉറപ്പുവരുത്തിക്കൊണ്ടല്ലേ? ആ ദിശയിലേക്കുള്ള ആലോചനകൾ എന്തുകൊണ്ടാണ് പുരോഗമിക്കാത്തത്? അല്ല, അതിനു വേണ്ടിയിട്ടുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. കാശ്മീർ പ്രശ്നം ഇന്നലെയോ അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്നോ ഉണ്ടായത് പ്രശ്നമൊന്നും അല്ലല്ലോ. വളരെ കാലമായിട്ട് നമ്മുടെ ഭരണകൂടം എടുത്ത വിവേകശൂന്യമായ ദീർഘവീക്ഷണമില്ലാത്ത ഒരു നിലപാടായിരുന്നു ഇന്ന് കാശ്മീരിനെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത്. അത് 1-2 വർഷത്തെ കാര്യമല്ല. തുടങ്ങിയ കാലം മുതൽ സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ തുടക്കം മുതലെടുത്ത നിലപാട് തന്നെയാണല്ലോ. നമ്മളെ സിംല കരാർ തുടങ്ങി അതുപോലുള്ള അതിന് മുമ്പേ എടുത്തിട്ടുള്ള നിലപാട്, അതിലേക്ക് കൂടുതൽ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ വാനിയുടെ കൊലപാതകം എന്ന് പറയുമ്പോൾ ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അന്നും ഇതേ നിലപാട് തന്നെ ഉണ്ടാകും. നമുക്കറിയാമല്ലോ, ഇന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാശ്മീരിൽ ഈ ദേശദ്രോഹം നടത്തുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ വീരപുരുഷന്മാരായി കാണുന്ന, അല്ലെങ്കിൽ അവരുടെ സ്മാരകങ്ങൾ ഉണ്ടാക്കി രഹസ്യമായി അതിനെ അംഗീകരിക്കുന്ന, അതിനെ പൂജിക്കുന്ന ഒരു സമൂഹം അവിടെ വളർന്നു വരുന്നുണ്ടല്ലോ. അതിൽ ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാശ്മീർ മൊത്തമായി നമുക്ക് എടുക്കാൻ കഴിയില്ല. ലഡാക്കും അതുപോലെ തന്നെ ജമ്മുവും അത്തരത്തിലൊരു നിലപാടല്ല. വാലിയിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമുക്കറിയാമല്ലോ, ഏകദേശം 3-4 ലക്ഷത്തോളം കാശ്മീരി പണ്ഡിറ്റുകൾ, ഈ ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ കുടുംബക്കാർ ഇന്ന് ഒരാൾ കാശ്മീരിൽ അവശേഷിക്കുന്നില്ല. അപ്പോൾ അവരുടെ നിലപാട് എന്താണ്, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ സംബന്ധിച്ച് ശക്തമായ നിലപാട് എടുക്കുക തന്നെ വേണം. അതിൽ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പാകിസ്ഥാൻ നമ്മൾ ഒരു പ്രോക്സി വാർ നടത്തുന്നുണ്ട്. അതേ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അവിടുത്തെ ഒരു സിവിലിയൻ ഗവൺമെൻറ്റുമായി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ. ആ സിവിലിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തെല്ലാം നടത്തിയിട്ടുണ്ടോ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ തീവ്രവാദികൾ ശക്തമായ രീതിയിൽ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ സിവിലിയൻ ഗവൺമെൻറ്റിന് പരിമിതികളുണ്ട്. അവിടുത്തെ പട്ടാളത്തിൻ്റെ മേൽ അവരുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ പിടിവള്ളി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളും അവിടുത്തെ ഗവൺമെൻറ്റുകളെ ഒട്ടും അംഗീകരിക്കുന്നില്ല. ആ ഗവൺമെൻറ്റുകളെ സമ്മർദ്ദത്തിലാക്കി അവരുടെ ഈ തീവ്രവാദത്തിൻ്റെ നിലപാടിലേക്ക് കൊണ്ടുവരാൻ എപ്പോഴും അവർ ശ്രമിക്കും. പട്ടാളം തന്നെ സിവിലിയൻ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാട് ഒരിക്കലും എടുക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്തെ ഒരു ദ്വിമുഖ നിലപാട് സ്വീകരിക്കാൻ കഴിയൂ. അവിടുത്തെ ജനാധിപത്യ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ന്യായമായ നിലപാടെടുത്ത് ലോക സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ശക്തമായ നിലപാട് തീവ്രവാദികൾക്കെതിരായിട്ട് എടുക്കുക. ഈ 2 കാര്യങ്ങളും ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ആ ശ്രമം ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഫലം കാണുമെന്നുള്ളതിൽ സംശയമില്ല. പ്രൊഫസർ കെ വി തോമസ്, ഈ കശ്മീരിൻ്റെ കാര്യത്തിൽ ഈ സർവകക്ഷി സംഘമൊക്കെ പോയിട്ടും ഒരു പരിഹാരവും ഉണ്ടാകാതെ അതേ സ്ഥിതി തന്നെ തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഉത്തരവാദപ്പെട്ടൊരു പ്രതിപക്ഷം എന്ന നിലയിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ സമീപനം എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ ഉള്ളതാണ്? ഇനി ഈ വിഷയം ഇനി അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. പാകിസ്ഥാൻ അതും ഒരു വലിയ സാധ്യതയായിട്ടാണ് കാണുന്നത്. ബുധനാഴ്ച നവാസ് ഷെരീഫ് ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ആദ്യമായി കശ്മീർ അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും സജീവമായി ഉന്നയിക്കാനുള്ള അവസരം സ്വാഭാവികമായും ഊഴമനുസരിച്ച് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. അപ്പോൾ ആദ്യത്തെ അവസരം കാര്യമായി മുതലാക്കാൻ കഴിയും. അതൊരു അനുകൂല സാഹചര്യമാണ് എന്ന വിലയിരുത്തൽ പാകിസ്ഥാനുണ്ട് താനും. ചുരുക്കത്തിൽ കശ്മീരിൽ നാം എല്ലാവരും ചേർന്ന് പരാജയപ്പെടുന്നു. UN-ൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം പരാജയപ്പെടുന്നു. നിങ്ങൾ ഏത് തരത്തിലുള്ള പോംവഴിയാണ് നിർദ്ദേശിക്കുന്നത്? ഇന്നിപ്പോൾ നിങ്ങളുടെ ദേശീയ വക്താക്കന്മാർ മാധ്യമങ്ങളെ കണ്ട് പറയുകയുണ്ടായി. എന്താണ് ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണം. ഇനിയും ഭീകരാക്രമണത്തിന് ഇന്ത്യ വിധേയമാകില്ല എന്ന് ഉറപ്പു തരാൻ പ്രധാനമന്ത്രിക്ക് കഴിയുമോ? ഇത്തരം സമീപനങ്ങളാണോ ഈ സന്ദർഭത്തിൽ നിങ്ങൾ കൈക്കൊള്ളേണ്ടത്? കാശ്മീർ ഇഷ്യൂവിൽ, താഴ്വരയിലെ ഇഷ്യൂവിൽ അവിടുത്തെ ജനങ്ങളെ കൂടി കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ഒരു സമാധാനം സ്ഥാപിക്കണം. കാരണം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്.
കഴിഞ്ഞ 84 മുതൽ പലപ്പോഴും എനിക്ക് താഴ്വരയിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 മാസത്തിന് മുമ്പ് ഞാൻ പോവുകയുണ്ടായി. അവിടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ പോയി. വളരെ സമാധാനപൂർണ്ണമാണ്. ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉണ്ടായ സംഭവം അറിയാം. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവിനെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സമീപനം, ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്, രാഷ്ട്രീയമായിട്ട് പറയല്ലത്, ഈ ഇഷ്യൂവിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഒരല്പം ശാന്തമായി നിൽക്കുന്നത് പോലും ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്താ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത്? ഞങ്ങൾ ഗവൺമെൻറ് പിന്തുണ നൽകുക ഇത് പരിഹരിക്കാൻ വേണ്ടി. പക്ഷേ ഗവൺമെൻറ് പല രംഗത്തും പരാജയപ്പെടുന്നു. താഴ്വരയിൽ ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് നടത്താൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഈ ഗവൺമെൻറ്റുമായി BJPയുമായി ബന്ധപ്പെട്ട ഒരു കൊയിലീഷൻ അവിടെയുള്ളത്. മറ്റൊന്ന് ഭീകര ആക്രമങ്ങൾ. ഇപ്പോൾ പത്താൻകോട്ട് നടന്നു, ഇപ്പോൾ ഉറിയിൽ നടന്നു. നമുക്കൊരു ഇൻ്റലിജൻസ് ഇല്ലേ? നമുക്ക് റോയുണ്ട്, നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ട്. അവരൊന്നും ഇങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കാത്തത് കൊണ്ടാണോ? എവിടെയാണ് പരാജയം? മറ്റൊന്ന് ഡിപ്ലോമസി. പ്രധാനമന്ത്രി എല്ലാ ദിവസവും വിദേശത്ത് പോകുന്നയാളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഉൾപ്പെടെ ബന്ധമുള്ളയാളാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിട്ട് അമേരിക്കയുടെ പോലും പിന്തുണ കിട്ടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല? വിദേശ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വിദേശ മാധ്യമങ്ങളൊന്നും നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. അതാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എടുക്കുന്ന നയപരമായ സമീപനങ്ങൾ, അവരുടെ ടെക്നിക്കൽ അപ്രോച്ച്, ഇതൊന്നും നമുക്കില്ല. അപ്പോൾ ഇതിന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം ഈ ഗവൺമെൻറ് തന്നെ എടുക്കണം. പ്രധാനമന്ത്രി വ്യക്തമാക്കണം. ഈ രാജ്യത്തിൻ്റെ നമ്മുടെ സൈന്യ താവളങ്ങൾ സംരക്ഷിക്കപ്പെടണം, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. ഇത് വ്യക്തമാക്കേണ്ട ഗവൺമെൻറ്റാണ്. അതേസമയം ഇത് പൊളിറ്റിക്കലൈസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഗവൺമെൻറ് എല്ലാ നടപടികൾക്കും പിന്തുണയുണ്ട്. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പാക് അധീന കശ്മീരിലെയും ബലൂചിസ്ഥാനിലെയും പ്രശ്നങ്ങൾ ചെങ്കോട്ടയിൽ ഉന്നയിച്ച പ്രധാനമന്ത്രി UN-ൽ ഇതേ വിഷയം ഉന്നയിക്കുമോ? ഉന്നയിച്ചാൽ ഫലമെന്താകും? ഇടവേളയ്ക്ക് ശേഷം.